എന്റെ മുഖം നല്ലത് ഇങ്ങനെ കൈയിട്ടൊക്കെ ഇളക്കണോ? എന്തെങ്കിലും ടേസ്റ്റ് വരുമല്ലോ. സ്പെഷ്യൽ എന്നാ മേലില് എവിടെ തോണ്ട അതില് ഏതില് ഉപ്പ് എവിടെ? ഉപ്പ് തോണ്ട അതില് ഉപ്പിനകത്തില് അത് മസാല ഓക്കെ. നെക്സ്റ്റ് മെഷറിംഗ് സ്പൂൺസ് മോശം. എത്ര മുട്ടയാണ്? 3 മതി. 3 4 വേണോ? ഈ ചോറ് രാത്രിയിൽ വെച്ചാണോ? എത്ര വേവ്? 70% എങ്ങനെ അറിയണേ? എങ്ങനെ? എക്സ്പീരിയൻസ് എനിക്കില്ല, അതുകൊണ്ട് ചോദിക്കണേ. ഈ ഫോൺ നിനക്ക് കുഞ്ഞത്തെ ഫോണല്ലേ? സോറി. എന്തോ മക്കളെ? ഗാർലിക് എവിടെ? അത് ഇടാ ഒരു പാത്രം ഒന്നുമില്ലേ? ഡയറക്റ്റ് ഇട്ടാ പോരെ? എക്സ്ട്രാ പാത്രമൊക്കെ വേണോ? ഇവിടെ കുറച്ച് പാത്രത്തിന് കുറവാ. ഇത്രയും മതി പ്ലീസ്. അഡ്ജസ്റ്റ്. എന്റെ പാത്രത്തിരിക്കുന്ന എണ്ണ പോരെ? എത്ര ആയിട്ടത്? 1 tablespoon. ഓക്കെ. ഇത് ചൂട ഓണല്ല. ഇത് സ്ക്രാമ്പിൾഡ് എഗ്ഗിനാണോ? എങ്ങനെയുണ്ട് വോക്ക്? റിവ്യൂ ഓഫ് ദി വോക്ക്. എങ്ങനെയുണ്ട് ചോദിച്ചാലുണ്ടോ? എങ്ങനെയുണ്ട്? 1.5 kg ആണ്. ബാക്കി എങ്ങനെയുണ്ട് മക്കളെ? പ്ലീസ്. ഓ സംഭവം നല്ല. ഞാൻ മറ്റേ മുമ്പ് ഉണ്ടാക്കിയപ്പോ കൊള്ളായിരുന്നു. കുറച്ച് മെയിൻ്റനൻസ് ഉള്ള സാധനമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. ഓക്കെ. കമലിക്കുട്ടിയെ, ഇന്നത്തെ ഫ്രൈഡ് റൈസ് അച്ഛനാ ഉണ്ടാക്കണേ. കമലിക്കുട്ടിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണോ? ബിരിയാണി വേണോ? ഇന്ന് ബിരിയാണി വേണം, ഇന്ന് ഫ്രൈഡ് റൈസ്. ഓക്കെ പ്ലീസ്. ഓക്കെ.
രണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുമോ ആവോ. ഇത്രയും പോരെ? താങ്ക് യു ചേട്ടാ. ആ സാധനം ഞാൻ ഉണ്ടാക്കി ചില്ലി സോസ് പൊക്കി കാണിച്ചു തന്ന്. ആ നിൽക്കണ്ടോ? ബാക്കി ഞാൻ തിന്ന് നിർത്തതാ. ഓ ഓ അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല അവിടെ ഗ്രീൻ സാധനം എടുക്കൂ. ഈ സ്പൂൺ വെക്കാൻ ഗ്രീൻ സാധനം വാങ്ങിച്ച ഗ്രീൻ സാധനം എടുക്കൂ. ആ അതെ ഗ്രീന് എത്രയായിരുന്നത്? 3 ടേബിൾ സ്പൂൺ. ഓക്കെ ഹൈ ഫ്ലെയിമാ? എണ്ണ ചൂടായാൽ മതിയോ? അതുകൊണ്ട് ഇളക്കാനേ സ്റ്റീലൊരു കറി ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ വുഡിനെക്കാട്ടും കുറച്ച് എളുപ്പമായിരിക്കും. എവിടെയാ ഇത്? 4 cloves of garlic. Finely chopped. ഇത്രയൊക്കെ എന്നെ കൊണ്ട് ഫൈനലി ചോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ തരാം. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അവസാനം ഉണ്ടാക്കുമ്പം ഷുഗർ ഇടാറില്ല. ഇവിടെ വൈറ്റ് ഷുഗർ ഇല്ല. വേണോ? ബ്രൗൺ ഷുഗർ വേണോ? ഇപ്പൊ എടുത്തുതരാം. ഇതെന്തൊക്കെയാ? ക്യാരറ്റ്, ബീൻ. എത്ര ക്യാരറ്റ് ഉണ്ട് ഇത്? 3 ക്യാരറ്റും 1 പിടി ബീൻസും ഫൈനലി ചോപ്പ് ചെയ്ത് ക്യാരറ്റും ബീൻസും. ഉപ്പിടുന്നില്ലേ? ഓ എനിക്കറിയില്ല, ഞാൻ സോയ് സോസ് ഫാനല്ല. Saute for 1 minute as per Govind Ramesh, referencing Shanji's video. ഒരു മിനിറ്റ് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ഇട്ട് ഓക്കെ. പിന്നെ അത് മീൻസ് ഫുള്ളി കുക്ക് ചെയ്യണ്ട, ആ ഒരു കുറച്ച് റോ ടേസ്റ്റ് വേണമെന്നാണ് പറയണേ. ഓക്കെ ഡൺ. നൈസ്. 2 teaspoon of soy sauce. അതെത്ര ഇട്ടത്? ചുമ്മാ ചില്ലി സോസ് അങ്ങനെ ഇടുകയാണെങ്കിൽ വെള്ളം മാത്രമേ വരുള്ളൂ, ചില്ലി വരില്ല. സ്പൂൺ എടുത്തിട്ട് ഇടണം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് പിക്കിൾഡ് ചില്ലി. മണമുണ്ടല്ലേ? ആരുണ്ടാക്കിയത്? അതുകൊണ്ടാ. ഇത് ഫ്ലെയിം ഹൈ ആണോ ലോ ആണോ? എല്ലാം ഹൈ ആണോ? നമ്മൾ കടയിൽ കാണുന്ന പോലെ ഇങ്ങനെ ടിങ് 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 അടി വരുന്നില്ല. കാരണം അറിയാമോ, സ്റ്റീൽ നമ്മുടെ സ്പൂൺ അല്ലെ തവി വന്നിട്ട് അല്ല, അതുകൊണ്ടല്ല. തവി വുഡനല്ലേ, അതുകൊണ്ട് സൗണ്ട് വരത്തില്ല. നമുക്ക് മാറ്റിയാലോ? വേണ്ട. ദൈവമേ മക്കളെ, അവിടെ എന്തെടുക്ക? ആക്ച്വലി കാണാൻ കൊള്ളാം, പക്ഷെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കുറവുണ്ട്. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയനും കടലപ്പൊക്കെ വാങ്ങിക്കാൻ താങ്കൾ മറന്നുപോയി. അത് ഇന്നലെ പോയപ്പോൾ ഒന്നും കൂടെ പോകണ്ടേ? തണുപ്പ് തിറങ്ങാൻ വയ്യ. ആ എന്തായത് ഇത് ബിഫോർ നൈറ്റ് ലൈക്ക് ഇന്നലെ രാത്രിയിൽ 70% വേവിച്ച റൈസ്. ചോറ് വേകാൻ വെള്ളം വേണ്ടേ? ഇതിന് വെള്ളമില്ലല്ലോ. ഇതെന്ത് ഡൗട്ടാണ്? ഇതെങ്ങനെ ഇപ്പൊ വേഗവും? ഇപ്പൊ നമ്മൾ വയറ്റിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കില്ല. ആ പെപ്പർ. ആ
ഗോതമ്പ് ഇടയ്ക്കാ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മാറ്റാൻ പറ്റുമോ പൈപ്പിൻ്റെ അടുത്ത് നിന്ന്? എല്ലാം ഇനി മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. ടോസ് ചെയ്യണം, ടോസ് അറിയില്ല, അതുകൊണ്ട് ഓ ടോസ് ചെയ്യണ്ട. എനിക്കിവിടെ അഴിഞ്ഞ ഒന്നും കൂടെ ക്ലീൻ ആക്കാൻ വയ്യ. ടേസ്റ്റ് മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെ വെള്ള നിറം മാറിയിട്ട് എല്ലാം ഒരേ നിറത്തിൽ വരണം. ആണോ? ഇതിനകത്ത് മറ്റേ എന്തായിരുന്നു പറയാ, സ്വീറ്റ് കോൺ സാധനമൊക്കെ ഇടുവോ? ബീൻസ് ഒക്കെ ഇടുവോ? ഇല്ല. വേണോ വെച്ചാൽ ഇടാം. ഞാനത് ക്യാബേജ് മിസ്സിംഗ് ആണ്, ബിക്കോസ് നല്ല പേപ്പർ വാങ്ങിക്കാൻ മറന്നുപോയി. സോ ബേസിക്കലി ഉള്ളത് വെച്ച് ഓണം പോലെ. കുറച്ച് ക്ലാരിറ്റി. ഓക്കെ നൈസ്. ഓക്കെ, ഇളക്കണമെങ്കിൽ ഇളക്കിട്ട് ഞാൻ വൃത്തിയാക്കാൻ സഹായിക്കാം. എല്ലാം അരി ഒരേ നിറമായി വരണം. അതേ നിറവാ? നിറം മാറി ഈ ഒരു പെപ്പറിൻ വരാൻ പാടില്ല. ഓ മറ്റേ സോസും പെപ്പറും എല്ലായിട്ട് മിക്സ് ചെയ്യാൻ മിക്സ് ആണോ? ഓ മനസ്സിലായി. വന്നില്ല. ടോസ് ചെയ്യാൻ പറ്റില്ല, ഒന്നാമത് എനിക്ക് ആരോഗ്യമില്ല. നല്ല സ്പഞ്ച് വേണം, ടോസ് ചെയ്യണം, അറിയാൻ വേണം ടോസ് ചെയ്യണം. എനിക്കറിയില്ല, നമുക്ക് പഠിക്കാതെ പഠിക്കില്ല. കുറച്ച് മണ്ണ് വരി വെച്ചിട്ട് അതൊക്കെ നല്ലതെന്ന് തോന്നുന്നു. ഫുഡ് വേസ്റ്റ് ആവുന്നതൊക്കെ നല്ലത് അതിൽ പിടിക്കാം. ഓ ഇനി ഫ്രൈഡ് റൈസും ചിക്കൻ കറി, പപ്പടം ഉണ്ട്, അച്ചാറുകൾ ധാരാളം എല്ലാം ഉണ്ട്. തൈര് വേണ്ട. അച്ചാർ വേണോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ? ഏതച്ചാറാ? മീനും ഫ്രൈഡ് റൈസും കൂടോ? എനിക്ക് നാരങ്ങയും മാങ്ങ മതി. കമനിക്കുട്ടിയെ, എന്റെ ദൈവമേ, എന്തോ കമ്മ ചെയ്യുന്ന ഇവിടെ? ശിശു മക്കളെ, കമ്മോ എന്ത് ചെയ്യ ഇവിടെ? സോപ്പിടണ്ട, ഒന്ന് ഇറങ്ങിക്ക ഇവിടുന്ന്. കൈ തണുത്തിരിക്കണു കുഞ്ഞോ. അവിടുന്ന് ഇറങ്ങുവോ പ്ലീസ്? അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ ഇന്ന് മോനെ കാണൂ. ഞാൻ മോളുടെ ബുക്കും തന്നെ ഇരുന്ന് വായിക്കോ? ആണോ? എന്നാ പൈപ്പ് ക്ലോസ് ചെയ്തേ. ആ കമ്മിക്കുട്ടിക്ക് ഇന്ന് ഗുഡ് ഗേളിന്റെ ഒരു വർക്ക് പോയിന്റ്സ് ഒന്ന് കുറഞ്ഞു കേട്ടോ. എന്നോടൊന്ന് പറയൂ പോവൻ. ഓ കാണാൻ കൊള്ളാട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? ഉപ്പില്ല. മേല അയച്ചോ? ആ ഇല്ല. ഓ നിക്ക്. ഇപ്പൊ ഉപ്പ് കറക്റ്റാ. കുഴപ്പമില്ല. മക്കളെ ഉപ്പ് വേസ്റ്റ് ചെയ്ത് കമ്മോ. ഒന്നാമത് വെള്ളത്തിൽപ്പെട്ട പ്രശ്നമാണ്. സോറി. അത് മാറണ്ടേ? കൊച്ചിൻ്റെ ടൂപ്പ് മാറ്റി വെച്ചതാ. കാണിച്ച കൈ പറ്റിയോ? സോറി. നോക്കുന്നുണ്ടോ ഒരാള് രൂക്ഷമായിട്ട്? അച്ഛൻ്റെ കൈ പൊള്ളി കമ്മിക്കുട്ടിയെ. അച്ഛൻ്റെ കൈ പൊള്ളി. ആണല്ലേ? എനിക്കത് കുറച്ച് റൈസ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. നമ്മുടെ റൈസ് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഇല്ല, ബ്രേക്ക് ആയിട്ടില്ല. സ്റ്റിൽ നൈസ്. താങ്ക് യു കമലിക്കുട്ടി. താങ്ക് യു പറഞ്ഞേ. ആർക്കാ താങ്ക് യു? എന്തിനാ?
ഉണ്ടാക്കിയനല്ലേ? അച്ഛന് ബാക്കി കിച്ചൺ ക്ലീനിങ് ചെയ്തോളൂ. ഞാൻ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തു. കഴിക്കാം നമുക്കിത്. നമുക്കിത് കഴിക്കുമ്പോ കാണാന്ന് പറഞ്ഞ്. കവണിക്കുട്ടിയും കഴിക്കോ? ഓക്കെ ഡാൻ. കഴുകിയിട്ട് തുടച്ചിട്ട് നന്നായിട്ട് ചൂടാണ്. ഇതൊന്ന് നന്നായി ചൂടാകുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യോ? ഇതിൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു,